പരസ്യമായി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുന്നത് തുർക്കിയാണ്. തുർക്കിയുടെ അല്ലെങ്കിൽ ടർക്കിഷ് മെയ്ഡ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തിയത് എന്ന കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട്. അതിനിപ്പോൾ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വിക്രം മിശ്രി അത് വ്യക്തമാക്കിയതുമാണ്. ഈ ടർക്കിഷ് മെയ്ഡ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന കാര്യം വ്യക്തമാക്കിയതുമാണ്. ചില ചൈനീസ് ഡ്രോണുകൾ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ വരികയും ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ 26 കേന്ദ്രങ്ങൾ, കഴിഞ്ഞ ദിവസം 36 കേന്ദ്രങ്ങൾ, ഇതാണ് പാകിസ്ഥാൻ ആക്രമണത്തിനായി ലക്ഷ്യമിട്ടത്. ഇന്നത്തെ ഒരു പ്രത്യേകത സൈനിക കേന്ദ്രങ്ങൾ അല്ല, മറിച്ച് ജനവാസ മേഖലകളൊക്കെ ചേർന്ന് കിടക്കുന്ന മേഖലകളിലേക്കാണ് ഈ ഡ്രോണുകൾ പറത്തി വിട്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു വീടിന് കേടുപാട് സംഭവിക്കുകയും അതിലെ വീട്ടുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇന്നലെ 36 ഇന്ന് 26 കേന്ദ്രങ്ങൾ, വലിയ വ്യത്യാസമില്ല. എങ്കിൽ കൂടി ആ ആക്രമണത്തിന്റെ തീവ്രത അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇന്നത്തെയും ഇന്നലത്തെയും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഒരു പക്ഷേ ഇന്ത്യ ഏത് രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്ന് നോക്കുന്നതായിരിക്കാം എന്നൊക്കെയുള്ള വിശകലനങ്ങളൊക്കെ ഈ ഘട്ടത്തിലുണ്ട്. പക്ഷേ എപ്പോഴാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാവുക എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് പല കോണുകളിൽ നിന്നായി ഉയരുന്നുമുണ്ട്. ഇങ്ങനെ ഒരു ആശങ്ക അത് കുറേ മണിക്കൂറുകളായി, കുറേ ദിവസങ്ങളായി തുടരുകയാണ്. ഇതൊരു അന്ത്യം വേണം എന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനാരാണ് ഒരു അറുതി ഉണ്ടാക്കുക? ഇരു രാജ്യങ്ങളുമായും ചർച്ചകൾ നടത്തണം എന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ഇതിനോട് പൂർണ്ണമായും പ്രതികരിക്കാതിരിക്കുന്നു. ഇന്ത്യ ഓരോ രാജ്യങ്ങളെയും വിളിച്ച് സ്ഥിതിഗതികൾ ഇതാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇപ്പോൾ നേരത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ എക്സ് ഹാൻഡിൽ പറഞ്ഞത് സ്പെയിനിലെയും നോർവേയിലും ഒക്കെ മന്ത്രിമാരുമായി താൻ ഫോണിൽ സംസാരിച്ചു, നിലവിലെ സ്ഥിതിഗതികൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളോട് എങ്ങനെയാണ് ഇന്ത്യ നിലപാട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനായി ഇന്ത്യ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു, ഇത്തരം കാര്യങ്ങൾ ഓരോ രാഷ്ട്രങ്ങളെയും രാഷ്ട്ര നേതാക്കളെയും നേരിട്ട് വിളിച്ച് ഇന്ത്യ അറിയിക്കുന്നുമൊക്കെയുണ്ട്. പക്ഷെ അപ്പോഴും ഒരു രാജ്യവും അവരുടെ കൃത്യമായി ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പരസ്യമായി അങ്ങനെ ഇന്ത്യക്ക് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഈ യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ സാഹചര്യം ഇല്ലാതാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ ചർച്ചകൾ ഉണ്ടാകണം. അത് സംഭവിക്കുന്നില്ല. ഈ മണിക്കൂറിൽ അതിനുള്ള ഒരു ശ്രമവും ഒരു രീതിയിൽ ഉണ്ടാകുന്നില്ല. രണ്ട് രാജ്യങ്ങളിലെയും നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് ആ മട്ടിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടുമില്ല. അടിയെങ്കിൽ തിരിച്ചടി എന്ന നിലപാടിലേക്ക് ഇതിനോടകം വന്നു കഴിഞ്ഞു. കാരണം 26 മനുഷ്യജീവനുകൾ, ഒന്നും അറിയാത്ത നിരപരാധികളായ ആർത്തുല്ലസിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 26 ഇന്ത്യക്കാർ, അവരാണ് കൊല ചെയ്യപ്പെട്ടത് പഹൽഗാമിൽ. അതിന്റെ പക അല്ലെങ്കിൽ അതിന്റെ പ്രതികരണം അത് ആ രീതിയിൽ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഇന്ത്യ ഇതിനോടകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി, കുറേ വർഷങ്ങളായി ഇന്ത്യ ഇത് സഹിക്കുകയാണ് എന്ന് ഇന്ത്യ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ 7-ാം തീയതി ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ അപ്പോഴും നിലപാട് ഉറപ്പിച്ചുകൊണ്ട് 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് മാത്രമായി ഇന്ത്യയുടെ അറ്റാക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. മറ്റ് ജനവാസ മേഖലകളെയോ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ ഇന്ത്യ ആക്രമിച്ചില്ല. ആകെ തകർത്തത് 9 ഭീകര കേന്ദ്രങ്ങളാണ്. അതും ബഹാവൽപൂരിലെയും മുരിദ്കയിലുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ, ഭീകരവാദത്തെ നട്ടുവളർത്തി അതിനെ പരിപാലിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ. അജ്മൽ കസബും ഒപ്പം തന്നെ മസൂദ് അസറും ഒപ്പം ഹാഫിസ് സയ്യിദും ഒക്കെ കുടുകുത്തി വാഴുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട താവളങ്ങളാക്കി മാറ്റിയ ഇടങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. അത് പോയി തകർത്ത് തിരികെ എത്തുകയായിരുന്നു ചെയ്തത് ഇന്ത്യയുടെ വീരസൈനികർ. അങ്ങനെ കൃത്യമായി ഭീകരകേന്ദ്രങ്ങളെ മാത്രം നശിപ്പിക്കുന്ന നിലപാട് ഇന്ത്യ അവിടെയും കാണിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഈ പാക് പ്രകോപനങ്ങൾ അതിർത്തിയിൽ തുടങ്ങിയത്. അതിൽ 400ഓളം ഡ്രോണുകൾ ഒരേ സമയത്ത് അയക്കുക, അതൊരു ചില്ലറ കാര്യമല്ല. നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയ സമയങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ, അതിൻ്റെ തുടക്ക സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന പോലെ 500ഉം 1000ഉം ഡ്രോണുകൾ ഒരേ സമയം അയക്കുകയും അതിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതേപോലുള്ള ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ പക്ഷേ ഇന്ത്യയുടെ ഈ എയർ ഡിഫൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളെയെല്ലാം
മുളയിലെ നുള്ളുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. എവിടെ നിന്നാണോ ഈ ഡ്രോണുകൾ പറന്നു വരുന്നത് അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്ത് അവയെ നശിപ്പിക്കുന്ന വളരെ ശക്തമായ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. ഈ പറയുന്ന പോലെ S-400ഉം L-17ഉം ഒക്കെയുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. അതുപയോഗിച്ച് ഇവയൊക്കെ തകർക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് പോലുള്ള മിസൈൽ വേധ സംവിധാനങ്ങൾ അതുപയോഗിച്ചൊക്കെ തന്നെയാണ് ഇന്ത്യ ഇത്തരം ശ്രമങ്ങളെയെല്ലാം തച്ചു തകർത്തത്. പക്ഷേ അപ്പോഴും എപ്പോഴായിരിക്കും ഇതിനൊരു അറുതി ഉണ്ടാവുക? ഈ പ്രശ്നങ്ങൾ, ഈ സംഘർഷാവസ്ഥ എപ്പോഴാണ് പൂർണ്ണമായും ഇല്ലാതാവുക? അതിനൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം അത് ഇതുവരെ ലഭിക്കുന്നില്ല. അത് ലഭിക്കാനുള്ള ശ്രമങ്ങൾ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ്.